മറവി ഒരു അനുഗ്രഹവും ഓർമ്മ ഒരു ശാപവുമാണ്. എം ടി വാസുദേവൻ നായർ പറഞ്ഞ ഈ വരികൾ പലപ്പോഴും നമ്മെ വേട്ടയാടും. പുഷ്പനെ അറിയില്ലേ എന്ന മുദ്രാവാക്യം കഴിഞ്ഞ 30 കൊല്ലമായി കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നിരുന്നു. സഹനസൂര്യൻ എന്ന സഖാക്കൾ വിശേഷിപ്പിച്ചിരുന്ന പുഷ്പൻ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ചലനശേഷി, കഴുത്തിനു താഴേക്ക് ഉള്ള ചലനശേഷി നഷ്ടപ്പെട്ട് ഈ 30 വർഷവും കിടപ്പിലായിരുന്നു പുഷ്പൻ. CPM-ൻ്റെ യുവജന പ്രസ്ഥാനങ്ങൾക്ക്, SFIക്ക് എല്ലാം തന്നെ ആവേശോജ്വലമായ ഒരു ഓർമ്മയാണ്. എങ്ങനെയാണ് പുഷ്പന് വെടിയേറ്റത്? കൂത്തുപറമ്പ് വെടിവെപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ചോര കിനിയുന്ന ഓർമ്മയാണ്. ആ ഓർമ്മ സഖാക്കൾക്ക് മറക്കാനാവുമോ? പക്ഷേ അന്ന് മന്ത്രിയായിരുന്ന MV രാഘവനെതിരെ, സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ, പരിയാരം മെഡിക്കൽ കോളേജ് വെച്ചിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനും MVR-നുമെതിരെ DYFI നടത്തിയ ഐതിഹാസികമായ സമരത്തിൻ്റെ ഭാഗമായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ്. 94 നവംബർ 25-ന് 5 സഖാക്കളാണ് വെടിയേറ്റ് മരിച്ചു വീണത്. വെടിവെപ്പിൽ പരിക്കേറ്റ പുഷ്പൻ അന്നു മുതൽ കിടപ്പിലുമായി. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പുഷ്പൻ നമ്മോട് യാത്ര പറഞ്ഞത്. പുഷ്പൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള യാത്ര കോഴിക്കോട് നിന്ന് തലശ്ശേരിയിലേക്കും തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പിലേക്കും എത്തുമ്പോൾ ആയിരക്കണക്കിന്, 10,000-കണക്കിന് സഖാക്കളാണ് ആ സഹനസൂര്യന് യാത്രയെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. വിശ്വസിച്ച പ്രസ്ഥാനത്തിനു വേണ്ടി, ആശയ സമരത്തിനു വേണ്ടി ജീവൻ കൊടുത്ത 5 സഖാക്കൾ. 30 കൊല്ലത്തോളം ഒരേ കിടപ്പിൽ കിടക്കേണ്ടി വന്ന പുഷ്പൻ. രക്തസാക്ഷികളായ 5 സഖാക്കളെയും പുഷ്പനെയും CPM-ഉം DYFI-യും എല്ലാം മറന്നുപോയോ? അന്നും പാർട്ടിയും DYFI-യും SFI-യും ഉയർത്തിയ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മറന്നുപോയോ? മറന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം. സ്വാശ്രയ കോളേജുകൾ കൂണുപോലെ മുളച്ചു പൊന്തി. ഡോക്ടർമാരും എഞ്ചിനീയർമാരും തൊഴിൽ കിട്ടാതെ തേരാപാര കേരളത്തിൽ നടക്കുന്ന അവസ്ഥ. അപ്പോഴാണ് 2ാം പിണറായി സർക്കാർ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ഏറ്റവും വിചിത്രം, മന്ത്രിയായിരുന്ന MV രാഘവൻ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ, ടൗൺ ഹാളിലേക്ക് പ്രസംഗിക്കാൻ വരാതിരുന്നെങ്കിൽ തീർച്ചയായും കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ഒരു UDF മന്ത്രിയുടെ, പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന MVR-ൻ്റെ ഔദ്ധത്യവും അഹങ്കാരവും ഒന്നുകൊണ്ട് മാത്രമാണ് 5 യുവാക്കളുടെ ജീവൻ അന്ന് നഷ്ടപ്പെട്ടത്. പുഷ്പൻ 30 കൊല്ലത്തോളം പാതി ജീവനുമായി കിടന്നത്. കഴിഞ്ഞ ദിവസം സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് അനുസ്മരണ യോഗം നടത്തി. അനുസ്മരണ യോഗത്തിൽ MVR എന്ന 3 അക്ഷരം ഉരിയാടാൻ DYFI നേതാക്കളോ മറ്റു പാർട്ടി സഖാക്കളോ തയ്യാറായില്ല. അപ്പോൾ ഈ വെടിവെപ്പിന് ഇടയാക്കിയ MVR-ൻ്റെ പേര് പറയാൻ പോലും ഇന്നവർ മടിക്കുന്നു. കാരണം MVR-ൻ്റെ അവസാന കാലത്ത് CPM MVR-നോട് ക്ഷമിച്ചു. അതേ MVR CPM-നോട് ക്ഷമിച്ചോ? ഒരു കാലത്ത് പാർട്ടിയുടെ എല്ലാം ആയിരുന്ന MVR പാർട്ടി വിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിനെതിരെ എല്ലാം പാർട്ടി നടത്തിയ ആക്രമണങ്ങൾ നമുക്കറിയാം. പിന്നീട് പാർട്ടിയും പുറത്തു, രാഘവനും പുറത്തു.
എല്ലാവരും എല്ലാം മറന്നു. പക്ഷെ ഒന്നും മറക്കാനാവാതെ സഹനസൂര്യനായി 30 കൊല്ലം ഒരേ കിടപ്പിൽ കിടന്ന പുഷ്പനും പോയി. അപ്പോൾ നമുക്ക് സൗകര്യപൂർവ്വം എല്ലാം മറക്കാം, സ്വാശ്രയ സമരങ്ങൾ മറക്കാം, സ്വകാര്യ കുത്തകകളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് നമുക്ക് മറക്കാം. പരിയാരം മെഡിക്കൽ കോളേജ് പിന്നീട് ഇടതുപക്ഷം ഏറ്റെടുത്തതും എം വി ജയരാജൻ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാനായതും നമുക്ക് മറക്കാം. എല്ലാം നമുക്ക് മറക്കാം. അതാണ് ഓർമ്മ ഒരു ശാപവും മറവി ഒരു അനുഗ്രഹവും. പ്രസിദ്ധ മാധ്യമപ്രവർത്തകനും MVRൻ്റെ മകനുമായ നികേഷ് കുമാർ പാർട്ടിയിലേക്ക് കടന്നു വന്നത് അടുത്ത കാലത്തല്ല. അദ്ദേഹം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ലീഗ് സ്ഥാനാർത്ഥി KM ഷാജിയോട് പരാജയപ്പെട്ടു. കൂത്തുപറമ്പിൽ നടന്ന ആ മത്സരം ആർക്കും മറക്കാനാവില്ല. അപ്പോൾ നികേഷ് കുമാറിൻ്റെ മടങ്ങി വരവോടുകൂടിയാണ് പൂർണ്ണമായി MVRനോട് പാർട്ടി പുറത്തത്. ഇപ്പോഴാകട്ടെ മാധ്യമ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച നികേഷ് കുമാർ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചേക്കാം. അതുപോലെ പാർട്ടിയുടെ സൈബർ സഖാക്കൾക്ക് നേതൃത്വം നൽകുന്ന മാധ്യമ സാരഥിയായി നികേഷ് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അച്ഛൻ ചെയ്ത തെറ്റിന് പാപപരിഹാരാർത്ഥം എന്ന വണ്ണം പുഷ്പൻ്റെ ഭൗതിക ശരീരത്തിൽ നികേഷ് കുമാർ വന്ന് അന്തിമോപചാരം അർപ്പിച്ചു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നികേഷ് കുമാറിനെ ഓർത്തതുകൊണ്ടാവാം അവർ മരിച്ചുപോയ MVRനെ കുറിച്ച് അനുസ്മരണ യോഗത്തിൽ ഒരു നേതാവ് പോലും പരാമർശിക്കാതിരുന്നത്.